ഹായ്, നമ്മൾ ഇന്ന് ക്ലാസ് 7 CBSE മാത്സ് ചാപ്റ്റർ 3 ഫൈൻഡിങ് കോമൺ ഗ്രൗണ്ട് അതാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് കോമൺ വരുന്നതിനെ പറ്റിയാണ് കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് LCM, ഒന്ന് HCF, അതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുമ്പോൾ തന്നെ ഏതായിരിക്കും? HCF ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ഫസ്റ്റ് ഇത് നോക്കിക്കേ. സമീക്ഷ ഈസ് ബിൽഡിംഗ് ഹെർ ന്യൂ ഹൗസ്. സമീക്ഷ എന്ത് ചെയ്യുകയാണ്? പുതിയൊരു വീട് പണിയുകയാണ്. അപ്പം മെയിൻ റൂമിന്റെ ലെങ്ത്തും വിത്തും ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് പറഞ്ഞിരിക്കുന്നത്. 12 feet by 16 feet. മെയിൻ റൂമിന് അത്രയും 12 ഫീറ്റും 16 ഫീറ്റും വെച്ച് പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. ഷീ ഫീൽസ് ദ റൂം വുഡ് ലുക്ക് നൈസ് ഇഫ് ദ ഫ്ലോർ ഈസ് കവേർഡ് വിത്ത് സ്ക്വയർ ടൈൽസ് ഓഫ് സെയിം സൈസിന്റെ തന്നെ സ്ക്വയർ ടൈൽ വെച്ച് ആ റൂം പണിയുവാണെങ്കിൽ അത് കുറച്ചും കൂടി ഭംഗിയായിരിക്കുന്ന ആ കുട്ടിക്ക് തോന്നി. അതുപോലെ തന്നെ ഷീ ഓൾസോ വാണ്ട് ടു യൂസ് എ ഫ്യൂ ടൈൽസ് ആസ് പോസിബിൾ ആൻഡ് ഫോർ ദ ലെങ്ത് ഓഫ് ദ ടൈൽ ടു ബി വോൾ നമ്പർ ഓഫ് ഫീറ്റ്. വോൾ നമ്പർ വരുവാണെങ്കിൽ ഇപ്പോൾ പോയിന്റ് ഇടാതെ 1.1, 1.2 അങ്ങനെയൊക്കെ വരാതെ ഒരു വോൾ നമ്പർ ആയിട്ട് ഫീറ്റിന്റെ കണക്ക് വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുകൂടി ചിന്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് സൈസിലുള്ള ടൈലാണ് വാങ്ങിക്കേണ്ടത്? ഹൗ ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് ടൈൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ്. എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത്, ഈ റൂമിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടൈല്, ലാർജസ്റ്റ് സ്ക്വയർ ടൈല് എന്തോരമാണ് വന്നേന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് ബ്രെഡ്ത്ത്. എപ്പോഴും ഈ താഴെ വരുന്നത്, ഇപ്പൊ AB എന്ന് പേര് കൊടുക്കുവാണെങ്കിൽ AB എന്ന് പറയണേ ആയിരിക്കും ലെങ്ത് എന്ന് പറയണത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 16 feet എന്ന് തന്നിട്ടുണ്ട്. ഇനി ബ്രെഡ്ത്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ബ്രെഡ്ത്ത് 12 feet എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഇനി for the tile to fit the breadth of the room exactly, the side of the length should be the factor of 12. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടൈൽ എന്തായിരിക്കണം? 12ന്റെ ഫാക്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ 12ന്റെ മാത്രം ഫാക്ടർ ആയാൽ പോരാ, അത് എന്തിന്റെയും കൂടി ഫാക്ടർ ആയിരിക്കണം? 16ന്റെയും കൂടി ഫാക്ടർ ആയിരിക്കണം. അപ്പോൾ ഇതിന്റെ അകത്ത്, ഈ ഓരോ ഇതിന്റെ അകത്തും കറക്റ്റ് ടൈല് കൊള്ളണമെങ്കിൽ അത് 12ന്റെ ഫാക്ടർ ആയിരിക്കണം, 16ന്റെ ഫാക്ടർ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിന്റെ ഫാക്ടർ ഒരുമിച്ചായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ദ ഫാക്ടർ ഓഫ് ബോത്ത് 12 and 16. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 12ന്റെ 16ന്റെ ഫാക്ടേഴ്സ് ആദ്യം എഴുതി വെക്കുക. ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 12 കിട്ടണത്, അതാണ് 12ന്റെ ഫാക്ടേഴ്സ് വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഒരു ഓർഡറിൽ എടുക്കാം. 1ഉം 12ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടും. പിന്നെ നമുക്ക് 2, ഏതൊരു ഈവൻ നമ്പറിന്റെ അകത്തും 2 മൾട്ടിപ്ലൈ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ 2ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടും. പിന്നെ അടുത്ത നമ്പറായ 3 എടുക്കുക. 3ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടും. ഇനി 4 എടുക്കണ്ട, കാരണം 4 ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ റിവേഴ്സ് ഓർഡറിൽ വരുവാണെങ്കിൽ നമുക്ക് ഫാക്ടേഴ്സ് അവിടെ വെച്ച് നിർത്താം. അപ്പൊ 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1, 2, 3, 4, 6, 12. അതുപോലെ തന്നെ 16ന്റെ ഫാക്ടേഴ്സ് എഴുതാം. 16ന്റെ ഫാക്ടേഴ്സ് 1ഉം 16ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടും. 2ഉം 8ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടും. 3യുടെ ടേബിളിൽ 16 വന്നില്ല, അപ്പൊ 3 വേണ്ട. ഇനി 4 നോക്കുക. 4 into 4 ചെയ്യുമ്പോൾ 16 കിട്ടും. അപ്പൊ 4 റിപ്പീറ്റ് അടിച്ചു വന്നു. അപ്പൊ നമുക്ക് ഇവിടെ നിർത്തി വെച്ചാൽ മതി. അപ്പൊ 16ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 4, 8, 16ഉം 12ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 6, 12ഉം ആണ് വരുന്നത്. ഇതിന്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാന്ന് നോക്കിക്കേ. ഇതിലും 1 ഉണ്ട്, ഇതിലും 1 ഉണ്ട്, ഇതിലും 2 ഉണ്ട്, ഇതിലും 2 ഉണ്ട്. 12ന്റെ അകത്തും 2 ഉണ്ട്, 16ന്റെ അകത്തും 2 ഉണ്ട്. പിന്നെ 12ന്റെ അകത്തും 4 ഉണ്ട്, 16ന്റെ അകത്തും 4 ഉണ്ട്. അപ്പൊ കോമൺ ഫാക്ടേഴ്സ് നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കിട്ടും? 1ഉം 2ഉം 4ഉം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അകത്ത് സ്ക്വയർ ടൈൽ ഇടുമ്പോൾ ഒന്നുകിൽ അതിന്റെ സൈഡ് ലെങ്ത് 1 feet എടുക്കാം, 2 feet എടുക്കാം, 4 feet എടുക്കാം. ഇതിന്റെ അകത്ത് ലാർജസ്റ്റ് സൈസ് ഏതാ? ഇപ്പൊ 1 feetന്റെ എടുത്താൽ കുനുകുനൂനെന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി ടൈൽ ഇടേണ്ടി വരും. പക്ഷെ മാക്സിമം വരുന്നത് 4 feet ആണ്. 4 feetന്റെ ടൈൽ എടുത്തു കഴിഞ്ഞാൽ, സ്ക്വയർ ടൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൽ കൊള്ളിക്കാൻ പറ്റും. Can you explain why therefore she needs a tile of size 4 feet? 4 feetന്റെ എടുക്കുമായിരിക്കും എപ്പോഴും നല്ലത്. ലാർജസ്റ്റ് നമ്പർ എടുക്കുമായിരിക്കും നല്ലത്. കാരണം അപ്പൊ എന്തുണ്ടാവില്ല, നമുക്ക് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ടുള്ളത് മാറ്റാൻ പറ്റും. How many tiles of this size should she purchase? അപ്പൊ എത്ര എണ്ണം വാങ്ങിക്കേണ്ടി വരും? What if Samisha did not insist on the length of the tile to be whole number of feet? The length could be fractional number of feet. Would the answer change? അപ്പം ഇതിന്റെ അകത്ത് ഈ വോൾ നമ്പറിന് പകരം ഫ്രാക്ഷണൽ നമ്പർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ആൻസർ മാറും. അപ്പൊ ഇതിനുള്ളൊക്കെ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്, HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF ഓഫ് 2 or more numbers എന്ന് പറയുന്നത് ഈസ് ദ ഹയസ്റ്റ് ഓഫ് ദർ കോമൺ ഫാക്ടേഴ്സ്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം?
ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഇവരുടെ കോമൺ ഫാക്ടേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഫാക്ടറിൽ ആരാണ് ഹയസ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടണത്? HCF കിട്ടേണ്ടത്. ഇതിനെ നമുക്ക് എന്തെന്നും കൂടി വിളിക്കാം? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ GCD എന്ന് വിളിക്കാൻ പറ്റും. അപ്പം മുകളിലത്തെ പ്രോബ്ലത്തിൽ നമുക്ക് 1, 2, 4 കിട്ടി. ഇതിൽ ഏറ്റവും വലിയത് ആരാണ്? 4 ആണ് വരുന്നത്. അപ്പൊ HCF ഓഫ് 12ന്റെ 60ന്റെ HCF നമുക്ക് എത്രയാണെന്ന് കിട്ടും? 4 ആണെന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ലേഖ്ന പർച്ചേസസ് റൈസ് ഫ്രം 2 farms ആൻഡ് സെൽ ഇറ്റ് ഇൻ ദ മാർക്കറ്റ്. ലേഖ്ന എന്ത് ചെയ്യുക? 2 ഫാമിൽ നിന്ന് റൈസ് വാങ്ങിച്ചു, എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ആദ്യം വാങ്ങിച്ചത് എത്ര കിലോയാണ്? 84 കിലോ റൈസ് ആണ് ആദ്യത്തെ ഫാമിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ചത് 108 കിലോ റൈസ് ആണ് അനദർ ഫാമിൽ നിന്ന് വാങ്ങിച്ചത്. She wants the rice to be packed in bags, so each bag has rice from only one farm and all the bags have the same weight, that is a whole number of kg. ആ കുട്ടിക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ബാഗിൽ പാക്ക് ചെയ്യണം. എങ്ങനെ തോന്നണം? ഇതെല്ലാം ഒരേ ഫാമിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണെന്ന് തോന്നണം. ഇതിന്റെ വെയിറ്റ് സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഇത് ബാഗിന്റെ അകത്ത്, ഓരോ ബാഗിന്റെ അകത്ത് മുഴുവൻ കൊള്ളുകയും വേണം. ഇഫ് ഷി വാണ്ട് ടു യൂസ് എ ഫ്യൂ ബാഗ്സ് ആസ് പോസിബിൾ. എത്ര ഉപയോഗിക്കാമുള്ളൂ? ഒരു 10-20 ബാഗൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഏറ്റവും കുറവ് ബാഗ്സ് ഉപയോഗിക്കാമുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് വെയിറ്റ് എല്ലാം ഈക്വൽ ആയിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബാഗ്സ് കുറവും വേണം, വെയിറ്റ് ഈക്വൽ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ HCF കണ്ടുപിടിക്കാൻ മാത്രമേ പറ്റുള്ളൂ അതിൻ്റെ അകത്ത്. അപ്പം 84 ഉണ്ട്. 84ന്റെ ഫാക്ടേഴ്സ് നോക്കുക. ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 84 കിട്ടും നോക്കുക. 1ഉം 84ഉം. പിന്നെ ഈവൻ നമ്പർ ആയതുകൊണ്ട് 2ഉം 42ഉം. 84 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 8+ ഡിവിസിബിലിറ്റി റൂളും കൂടി അതിൻ്റെ കൂടെ ചെയ്ത് നോക്കുക. 8 + 4 12. 12 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 3ഉം 28ഉം. പിന്നെ 4ഉം 4ന്റെ അകത്തും പറ്റും. 21. 5 പറ്റില്ല, അപ്പോൾ 5 മാറ്റുക. 6 പറ്റും. 6ഉം 14ഉം പറ്റും. പിന്നെ 7 പറ്റും. 7ഉം 12ഉം പറ്റും. പിന്നെ 8 പറ്റില്ല, 9 പറ്റില്ല, 10 പറ്റില്ല, 11 പറ്റില്ല, 12 പറ്റും. അപ്പോൾ റിവേഴ്സ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഫാക്ടേഴ്സ് നടത്താം. അതുപോലെ തന്നെ 108ന്റെ ഫാക്ടേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം 1ഉം 108ഉം വരും. പിന്നെ 2ഉം 54ഉം വരും. പിന്നെ 3ഉം 36ഉം. 4 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്. ഇത്രയാണ് ഫാക്ടേഴ്സ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കോമൺ വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 മുതൽ 6 വരെ അതിൻ്റെ അകത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് 12 ആണ്. അപ്പോൾ ഇത്രയാണ് കോമൺ ഫാക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇത്രയും കിലോ വെയിറ്റ് അതിൻ്റെ അകത്ത് കൊള്ളിക്കാം, അല്ലെങ്കിൽ 1 നോക്കാം, 2 നോക്കാം, 3 നോക്കാം, 4 നോക്കാം. ഏത് വേണമെങ്കിലും, എത്ര രീതിയിലുള്ള ബാഗ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. സെയിം വെയിറ്റിലുള്ള ഒരു ബാഗും കൊണ്ട് നോക്കാം, അല്ലെങ്കിൽ 2 ബാഗ് അങ്ങനെ നോക്കാം. ലൈക്ക് നൗ വാണ്ട് ടു യൂസ് ദ ബാഗ്സ് ഓഫ് സെയിം വെയിറ്റ്സ് ഫോർ ബോത്ത് ഫാംസ്. ദ വെയിറ്റ് ഓഫ് ബാഗ് ഷുഡ് ബി എ കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ ആയിരിക്കണം. അപ്പോൾ 1, 2, 3, 4, 6, 12. ഇതിൽ ഹയസ്റ്റ് കോമൺ ആരാ വരുന്നത്? 12 ആണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ക്യാൻ യൂസ് എനി ഓഫ് ദീസ് വെയിറ്റ് ടു പാക്ക് ദ റൈസ് ഫ്രം ബോത്ത് ഫാംസ് ഇൻ ബാഗ്സ് ഓഫ് ഈക്വൽ വെയിറ്റ്. ഈക്വൽ വെയിറ്റ് വരുന്ന ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ആൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും കുറവ് നമ്പർ ഓഫ് ബാഗ്സ് ആണ് വേണ്ടത്. ഏറ്റവും കുറവ് നമ്പർ ഓഫ് ബാഗ്സ് എന്ന് പറയുമ്പോൾ ബാഗിന്റെ എണ്ണം കുറയുന്നതനുസരിച്ച് അതിന്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം ഒരു ബാഗിന്റെ അകത്ത് കൊള്ളാവുന്ന കാര്യങ്ങളല്ല 12 ബാഗിന്റെ അകത്ത് കൊള്ളണം. Which weight should she choose to minimize the number of bags? ബാഗ്സുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് വെയിറ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്? അപ്പം ബാഗുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണോ വരുന്നത് അതായിരിക്കും ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 12 ആണ് വരുന്നത്. അപ്പം 12 ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത്, ഡു യു റിമെമ്പർ ജംപ് ജാക്ക്പോട്ട് ഗെയിം ഫ്രം ഗ്രേഡ് 6? ഗ്രേഡ് 6 ഉണ്ടായിരുന്നത് ജംപ് ജാക്ക്പോട്ട്. അത് പ്രൈം ടൈം എന്ന് പറയുന്ന ചാപ്റ്ററിലാണുള്ളത്. ഗ്രംബി പ്ലേസസ് എ ട്രഷർ ഓൺ എ നമ്പർ ആൻഡ് ജംബി ചൂസസ് എ ജംപ് സൈസ് ആൻഡ് ട്രൈസ് ടു കളക്ട് ദ ട്രഷർ. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രംബി എന്ത് ചെയ്യാണ്? ഗ്രംബി പ്ലേസസ് എ ട്രഷർ ഓൺ എ നമ്പർ. ഒരു ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സിന്റെ അകത്ത് നിധി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ജംബിക്ക് ഇഷ്ടമുള്ള സൈസിലനുസരിച്ച് അത് ചാടും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ട്രഷർ കളക്ട് ചെയ്യും. ഇൻ ഈച്ച് കേസ് ബിലോ 2 numbers upon which treasures are kept are given. 2 നമ്പേഴ്സിൽ വീതം വെച്ച് ട്രഷർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വലിയ ജമ്പ് ചാടിയാലാണ്, 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര വലിയ ജമ്പ് ചാടിയാലാണ്
ഈ രണ്ട് നമ്പേഴ്സിലെ ട്രഷറിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? HCF കണ്ടുപിടിക്കുക. 40യുടെയും 30യുടെയും HCF കണ്ടുപിടിക്കുക. ആദ്യമേ 40യുടെ ഫാക്ടേഴ്സ് എഴുതാം. 40യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1ഉം 14ഉം, പിന്നെ ഫാക്ടർ വരുന്നത് 2ഉം 7ഉം. 2 × 7 വരുമ്പോൾ 14 വരും. പിന്നെ വേറെ ഒന്നും ചെയ്യുമ്പോൾ കിട്ടൂല. ഇനി 30യുടെ നോക്കുമ്പോൾ എത്ര വരും? 1ഉം 30യും വരും. പിന്നെ 2ഉം 15ഉം ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ വരുന്നത് 3ഉം 5ഉം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതൊക്കെയാണ്? കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അതിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0യിൽ നിന്ന് 2 ജമ്പ് ചാടി ചാടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 14ലെയും ട്രഷർ കിട്ടും, 30ലെയും ട്രഷർ കിട്ടും. ഇനി അടുത്തത് 7ഉം 11ഉം. 7ഉം 11ലും ആരും കോമൺ ഒന്നുമില്ല. 7ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 7ഉം ആണ്. 11ന്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1ഉം 11ഉം ആണ്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഒരിക്കലും 0 എന്ന് എഴുതരുത്. കോമൺ ഫാക്ടർ 1 ആണ് വരുന്നത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ത് തന്നെയാണ് വന്നത്? 1 തന്നെയാണ് വന്നത്. അപ്പം ഇവിടെ എന്ത് ചെയ്യണം? 0 കഴിഞ്ഞിട്ട് ഓരോരോ ജമ്പ് ചാടിപ്പോകും. എന്നാലേ എല്ലാ തീക്കടയും ചാടിയാൽ മാത്രമേ ട്രഷർ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ വാല്യൂവും ചാടി ചാടി പോയാലേ ട്രഷർ കിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 30യും 50യും. 30യും 50യും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ 30യുടെയും 50യുടെയും ഫാക്ടേഴ്സ് എഴുതും. 30യുടെ ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി 50യുടെ ഫാക്ടേഴ്സ് എഴുതി വെക്കാം. 50യുടെ ഫാക്ടേഴ്സിൽ ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 50 കിട്ടണേ നോക്കാം. 1ഉം 50യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ 2ഉം 25ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ 5ഉം 10ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ 10ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഇത്രയും മതി. ഇത്രയേ ഉള്ളൂ. കാരണം വീണ്ടും റിവേഴ്സ് വന്നില്ല. ഇനി ഇതിൻ്റെ അകത്ത് കോമൺ ഫാക്ടേഴ്സ് നോക്കിക്കേ. 1 കോമൺ ഫാക്ടർ ഉണ്ട്, 2 കോമൺ ഫാക്ടർ ഉണ്ട്. പിന്നത്തെ കോമൺ ഫാക്ടർ തന്നെ ആരാണ്? 5 ആണ്. 5ഉം കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ HCF എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1, 2, 5 ഹയസ്റ്റ് ആരായിരിക്കും വരുന്നത്? 5 ആണ്. അപ്പോൾ എന്ത് ചെയ്തേച്ചാൽ മതി? 0യിൽ നിന്ന് നേരെ 5ാമത്തെ ഇതിലേക്ക് ചാടുക, പിന്നെ 5ൽ നിന്ന് 10ലേക്ക് ചാടുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 30ലെയും 50ലെയും ട്രഷർ എടുക്കാൻ പറ്റും. ഇനി അടുത്തത് 28ഉം 48ഉം. ഈ 28ഉം 42ഉം 28ലെയും 42ലെയും ഫാക്ടേഴ്സ് എഴുതാം. 28ലെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1ഉം 28ഉം, പിന്നെ 2ഉം 14ഉം, പിന്നെ വരുന്നത് 4 ആണ് വരുന്നത്. 4ഉം 7ഉം. ഇത്രയും ഫാക്ടേഴ്സ് ഉള്ളൂ. 42ന്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ ഏതൊക്കെയാണ്? 1ഉം 42ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ 2ഉം 21ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ 3ൽ വരില്ലല്ലോ, 4 6 വരുന്നുണ്ട്. 3ഉം 14ഉം പിന്നെ 6ഉം 7ഉം. ഇത്രയാണ് ഫാക്ടേഴ്സ് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് കോമൺ ഫാക്ടർ നോക്കുക. ഇതിൻ്റെ അകത്ത് കോമൺ ഫാക്ടർ 1, പിന്നെ 2, പിന്നെ 7. ഇനി ഇല്ല ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതായിരിക്കും വരുന്നത്? 7. അപ്പോൾ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് 7 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 7 നമ്പർ വീതം വെച്ച് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 28ലെയും 42ലെയും ഇരിക്കുന്ന ട്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. Is the longest gem size of the numbers the same as their HCF? Longest gem size ഉം HCFഉം സെയിം ആണോ? Explain why it is so. ശരിയാണ്. രണ്ടിടത്തും സെയിം തന്നെയാണ് വരുന്നത്. കാരണം ചാടുന്ന ഇതനുസരിച്ച് വലിയ നമ്പർ വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ വരുമ്പോഴാണ് അതിന് അത്രയും ചാടാൻ പറ്റുന്നത്. എന്നാലേ അതിന് ട്രഷർ കിട്ടുള്ളൂ. എല്ലായിടത്തേക്കും പോകുകയും വേണമല്ലോ. അടുത്തത് so far we have been listing all the factors to find the HCF. HCF കണ്ടുപിടിക്കാൻ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും എഴുതുന്നുണ്ട്. This can become cumbersome for numbers which with many factors. ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളു. ഇപ്പോൾ 30, 15 വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും ഇത് കണ്ടുപിടിക്കാനായിട്ട്. ചിലപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് വിട്ടുപോകാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടോ? ക്യാൻ ഇറ്റ് ബി മെയ്ഡ് മോർ റിലയബിൾ? കുറച്ചും കൂടി എളുപ്പമാക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേറെ വഴിയുണ്ട്. It turned out that using prime factorization can simplify the process. We will start by revisiting the prime and prime factorization. ഇത് കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്തായിരുന്നു? ഫാക്ടേഴ്സ് വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫാക്ടേഴ്സ് ഏതാണെന്നുള്ളത് വിട്ടുപോകും.
ഇപ്പൊ ഫാക്ടേഴ്സ് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നതാണ് എന്ത് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് നോക്കുക. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം നമ്പേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്, ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, അത് 2. പിന്നെ 3, പിന്നെ 5, പിന്നെ 7, പിന്നെ 11, പിന്നെ 13, പിന്നെ 17, പിന്നെ 19, അങ്ങനെ പോകും. ഇഷ്ടമാതിരി പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ പ്രൈം നമ്പേഴ്സിന്റെ പ്രത്യേകത, ആ പ്രൈം നമ്പേഴ്സിൽ 1ഉം അതുപോലെ തന്നെ ആ നമ്പർ മാത്രമേ ഫാക്ടർ ആയിട്ടുണ്ടാവും. ഇപ്പോൾ 1 എന്ന് പറയുന്ന ഒരു 2 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അകത്ത് 1ഉം 2 എന്ന് പറയുന്ന ആ രണ്ട് നമ്പേഴ്സ് മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ, വേറെ ഒരു നമ്പറും ഫാക്ടർ ആയിട്ട് വരില്ല. The number 1 and the number itself as its factors greater than 1 ആയിരിക്കും. പിന്നെ 1 എന്ന് പറയുന്ന പ്രൈം നമ്പറും അല്ല കോമ്പോസിറ്റ് നമ്പറും അല്ല, കാരണം 1ന്റെ അകത്ത് ഒരേ ഒരു ഫാക്ടർ ഉള്ളൂ, അപ്പോൾ രണ്ടിലും നമുക്ക് കൂട്ടാൻ പറ്റില്ല. പിന്നെ നമ്മൾ സീവ് ഓഫ് എറാത്തോസ്റ്റെനസിൽ 1 to 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് വെട്ടി ഓർക്കുന്നുണ്ടോ? ഫാക്ടർ 2ന്റെ ഫാക്ടേഴ്സ് വരുന്നതെല്ലാം വെട്ടും, 3യുടെ ഫാക്ടേഴ്സ് വരുന്നതെല്ലാം വെട്ടും, അങ്ങനെ വെട്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നിനും ഫാക്ടേഴ്സ് അല്ലാത്ത വരുന്ന നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. എനി നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? പ്രൈം ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ 90 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുക. 90 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. 3 × 3 × 2 × 5 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. 90 could also have been. പിന്നെ 90 നമുക്ക് എങ്ങനെ എഴുതാം? ഒരു പ്രൈം നമ്പർ ഇൻറ്റു എ കോമ്പോസിറ്റ് നമ്പറിന് എഴുതാം. 3 × 30 എന്ന് എഴുതാം. ഇനി വേണമെങ്കിൽ ഈ 30 നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാലോ. 3 × 3 × 10 എന്ന് എഴുതാം. 10നെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3 × 3 × 2 × 5 എന്ന് വരും. അല്ലെങ്കിൽ 90 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 45 എന്ന് എഴുതാം. പിന്നെയും 45നെ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ നമുക്ക് ഫർദർ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ? 3 × 13 എഴുതി, പിന്നെ 3 × 2 × 15 എഴുതി, പിന്നെ 3 × 2 × 3 × 5 എന്ന് എഴുതി. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. ഇനി പ്രൈം ഫാക്ടറൈസേഷന്റെ വേറെ ഒരു രീതി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ 105 എടുക്കുക. 105നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 കിട്ടും. ഇപ്പൊ 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. അപ്പൊ ഇതെന്ന് പറയണതാണ് അതിന്റെ പ്രൈം ഫാക്ടേഴ്സ്. 3, 5, 7 എന്ന് പറയണതാണ് പ്രൈം ഫാക്ടേഴ്സ്. ഇനി 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആൻസർ ഈ സർക്കിൾ ആയിട്ട് എഴുതാം. ഡിവൈഡ് ചെയ്യുന്ന ആൻസർ സർക്കിൾ ആയിട്ട് എഴുതാം. ഡിവൈഡ് ചെയ്യുന്ന നമ്പർ സർക്കിളിന്റെ പുറത്ത് എഴുതാം. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ 2, 3, 5 അതായിരിക്കും അതിന്റെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. Each circled number is a product of the number that are to its left and below. ഇപ്പം നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സർക്കിളുടെ നമ്പർ അതിന്റെ ലെഫ്റ്റ് വരുന്ന നമ്പറിന്റെയും താഴെ വരുന്ന നമ്പറിന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ഇപ്പൊ 105 എന്ന് പറയുന്നത് ലെഫ്റ്റ് വരുന്ന നമ്പർ 3ഉം അതുപോലെ തന്നെ 35 താഴെ വരുന്ന നമ്പർ 35 ആയിരിക്കും. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൻസർ ആണ് നമുക്ക് 105 എന്ന് പറയുന്നത്. അപ്പോൾ 105 ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ ദാറ്റ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് ദ നമ്പർ ഇൻ ദ ബോട്ടം, അല്ലെങ്കിൽ നമ്പർ ബിലോ 105. ആ രണ്ട് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സർക്കിളിന്റെ നമ്പർ കിട്ടും. അതുപോലെ തന്നെ ഈ 35ന്റെ ലെഫ്റ്റിൽ വരുന്ന 5ഉം അതിന്റെ താഴെ വരുന്ന 7 ആണ്. അപ്പോൾ 5 × 7 ചെയ്യുമ്പോൾ 35 കിട്ടും. അപ്പൊ ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ഒരു ഫാക്ടർ എന്തായിരിക്കും? പ്രൈം നമ്പർ തന്നെയായിരിക്കും. ഇങ്ങനെ എഴുതി പോകുമ്പോൾ ഒരു ഫാക്ടർ നമുക്ക് പ്രൈം നമ്പർ ആയിട്ട് വരും. ഇതെപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും? ചെയ്ത് ലാസ്റ്റ് നമുക്ക് പ്രൈം നമ്പർ കിട്ടുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 35 കിട്ടി, പക്ഷെ 35 പ്രൈം നമ്പർ അല്ല, വീണ്ടും 5 കൊണ്ട് ചെയ്തപ്പോൾ 7 കിട്ടി. 7 പ്രൈം നമ്പർ വന്നപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം, കാരണം ഇനി ഇതിന് ഫർദർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച മാതിരി തന്നെ 105നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 35 കിട്ടി, 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 7 കിട്ടി, 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി. 1 കിട്ടുന്ന വരെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രൈം നമ്പർ കിട്ടുന്നത് വരെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണ മാതിരി ചെയ്യാം. 3 × 5 × 7. ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഷൻ മെത്തേഡ്. ഏതൊരു നമ്പറിനെ നമുക്ക് ഈ മെത്തേഡ് വീതം വെച്ച് എഴുതാൻ പറ്റും. ഇപ്പോൾ 1200 നമുക്ക് എങ്ങനെ എഴുതാം? 40 × 13 എഴുതാം. 14 ഇനി നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 5 × 8. 13 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 5 × 6 എന്ന് എഴുതാം. ഇനി 8 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 5 × 2 × 2 × 2 എന്ന് എഴുതാം. ഇൻറ്റു 5. 6 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 3 × 2 എന്ന് എഴുതാം.
ഈ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇനി 1200 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 12 into 100 എന്ന് എഴുതാം. ഇനി 12ന്റെ ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? 4 into 3 എന്ന് എഴുതാം. 100ന്റെ ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? 2 into 15 എഴുതാം. വീണ്ടും ഈ ഫാക്ടേഴ്സ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ ഫാക്ടർ തന്നെയായിരിക്കും, ഈ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ. ഈ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു നമ്പറിന്റെ ഫാക്ടർ കണ്ടുപിടിക്കും. ഇതിൻ്റെ അകത്ത് 840 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ദ നമ്പർ 840. അപ്പോൾ 840യുടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 into 2 into 2 into 3 into 5 into 7 ഇത്രയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് 2 into 2 എന്ന് പറയുന്നത് എന്താണ്? 840യുടെ ഫാക്ടർ ആയിട്ട്. അതുപോലെ തന്നെ 2 into 2 into 7 എന്ന് പറയുന്ന 28. 2 into 2 4, 4 into 7 28. 28 എന്തിന്റെ ഫാക്ടർ ആയിരിക്കും? 840യുടെ ഫാക്ടർ ആയിരിക്കും. If yes, what should it be multiplied by to get 840? 28ന്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 840 കിട്ടുന്നത്? 28ഉം പിന്നെ ബാക്കി വരുന്ന നമ്പേഴ്സ് നോക്കുക. ഇനി നമ്മൾ എടുക്കാത്ത നമ്പേഴ്സ് ഇതല്ലേ? 2 into 3 into 5. 2 into 3 6, 6 into 5 30. 30 ആണ് ഇനി എടുക്കാത്ത നമ്പർ. അപ്പൊ 28 into 30 ചെയ്യാം. ഇനി ഇത് മാത്രമല്ല എടുക്കാവുന്നത്, വേണമെങ്കിൽ നമുക്ക് 4 840യുടെ ഫാക്ടർ ആയിട്ട് എടുക്കാം. 840യുടെ ഫാക്ടർ 4 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 4നെ ആരും കൊണ്ടായിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2 into 3 into 5 into 7. ഇത്രയും നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി സിമിലർലി ഇഫ് 2 into 7 equal to 14. 14 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 480യുടെ ഫാക്ടർ ആണോ? വൈ ഓർ വൈ നോട്ട്? 14 വന്നു കഴിഞ്ഞാലും അത് 840യുടെ ഫാക്ടർ ആണ്. കാരണം അതിനെ നമ്മൾ എങ്ങനെ എഴുതിയേക്കണം? 840 എന്ന് പറയുന്നതിൽ എത്ര 2 ഉണ്ട്? ഇത് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 2ഉം 1 3ഉം 1 5ഉം 1 7ഉം തന്നെ. 3 2 ഉണ്ടായിരിക്കും, 1 3 ഉണ്ട്, 1 5 ഉണ്ട്, 1 7 ഉണ്ട്, ഇത്രയുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് 2 into 7 എടുത്താലും നമുക്ക് എന്താണ്? 14 ഉണ്ട്. 14 ഫാക്ടർ ആണ്. അതുപോലെ തന്നെ 3 2s ഉണ്ട്, 2 into 2 into 2. അത് കാരണം ഇതും എന്താണ്? ഫാക്ടർ ആണ്. ഇതിന്റെ അകത്ത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. 3 into 3 ഫാക്ടർ ആണ്. 3 into 3 ഫാക്ടർ അല്ല, കാരണം ഇതിന്റെ അകത്ത് ആകെ ഒരു 3യേ ഉള്ളൂ, 2 3 ഇല്ല. വീണ്ടും നമുക്ക് 2 3 കൂടി ഇടാനായിട്ട് പറ്റില്ല. അപ്പം അത് എന്തല്ല? ഫാക്ടർ അല്ല. നമുക്ക് ഫാക്ടർ ആവണമെങ്കിൽ ഇതിന്റെ അകത്ത് തന്നെ വരണം. Can we use this idea to list down all the possible factors of a number using just its prime factor? Prime factor വെച്ച് തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ചാണെങ്കിൽ നമുക്ക് ചെയ്യാം, എന്തോരം വേണമെങ്കിലും നമുക്ക് കിട്ടും. ഇപ്പൊ find the factors of 225. 225ന്റെ ഫാക്ടേഴ്സ് എഴുതുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 5 into 5 into 3 into 3. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിത്തെ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 into 5 25. 25 into 9 അതിന്റെ ഫാക്ടർ ആണ്. ഇനി 25 into 3 അല്ലെങ്കിൽ 5 into 3 എന്ന് പറഞ്ഞ് എഴുതാം. 15 into 15 എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫാക്ടർ ആണ്. ഇനിയും സബ് പാർട്ടുകൾ വരുന്നുണ്ട്. വി ഹാവ് സീൻ ദാറ്റ് എനി സബ് പാർട്ട് ഓഫ് ദിസ് ഫാക്ടറൈസേഷൻ എന്ത് തന്നെയായിരിക്കും? അത് ഫാക്ടർ തന്നെയായിരിക്കും. അപ്പം 3 into 3 9ഉം 5 into 5 25ഉം അതും ഫാക്ടറാണ്. 15ഉം ഫാക്ടറാണ്. വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ ലാസ്റ്റത്തെ 2 3ഉം ഒരു 5ഉം കൂടി കൂട്ടിയെടുക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 45 കിട്ടി. അപ്പൊ 45 ഫാക്ടറാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് 2 5ഉം ഒരു 3ഉം കൂടി കൂട്ടിയെടുക്കാം. അപ്പൊ അതും എന്താണ്? ഫാക്ടറാണ്. അപ്പൊ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ 225 എന്ന് പറയണതില് നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് ചെയ്താൽ മറ്റേ ഫാക്ടർ ഇല്ലേ, 1ന്റെ കൂടെ 225 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. 2 ഇതിൽ ഡിവിസിബിൾ അല്ല, കാരണം ഇത് ഈവൻ നമ്പർ അല്ല. പിന്നെ 3യും കൊണ്ട് പറ്റും, 3യും 75ഉം പറ്റും. പിന്നെ 5ഉം 45ഉം പറ്റും. പിന്നെ 6 പറ്റില്ല, 7 പറ്റില്ല. പിന്നെ 9 പറ്റും, 15 പറ്റും. പിന്നെ തിരിച്ച് 15 9 ആണ്. അപ്പൊ ഇങ്ങനെയും ഫാക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. Check that all the factors of 225 occur in this list. ഇതിൻ്റെ അകത്ത് എല്ലാ ഫാക്ടേഴ്സും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുക. 3 into 3 9 വന്നു. 9 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 9ഉം 25ഉം 9ഉം 25ഉം ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ 15 ആണ് വരുന്നതെങ്കിൽ അടുത്തത് ഏത് ഫാക്ടർ ആണെന്ന് നോക്കുക. പിന്നെ 3യും 75ഉം വരുന്നുണ്ട്. 5ഉം 45ഉം ഏതൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 225 കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ഫാക്ടേഴ്സ് അറേഞ്ച് ചെയ്യുക. ഇവിടെ ഫാക്ടേഴ്സ് എഴുതുകയാണെങ്കിൽ
ഒരു 3 എടുക്കാം, പിന്നെ 2 5ഉം 3ഉം ഒരുമിച്ചെടുക്കാം, പിന്നെ ഒരു 5 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5ഉം 2 3ഉം ഒരുമിച്ചെടുക്കാം, പിന്നെ 2 3 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 5 എടുക്കാം, പിന്നെ ഒരു 3ഉം ഒരു 5ഉം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു 5ഉം 3ഉം എടുക്കാം. ഇങ്ങനെ പല കോമ്പിനേഷനിൽ നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ഫിഗർ ഇറ്റ് ഔട്ടിൽ ലിസ്റ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. 90യുടെ ഫാക്ടേഴ്സ്, 105ൻ്റെ ഫാക്ടേഴ്സ്, എല്ലാത്തിൻ്റെ ഫാക്ടേഴ്സ്. അപ്പം ആദ്യത്തെ നോക്കാം, 90യുടെ ഫാക്ടേഴ്സ് നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാമല്ലോ. 90യുടെ ഫാക്ടർ കണ്ടുപിടിക്കാൻ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 90 ഡിവൈഡഡ് ബൈ 2. 90 ഈവൻ നമ്പർ ആണ്. എപ്പോൾ ഈവൻ നമ്പർ വന്നാലും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 90 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 45 കിട്ടും. 45നെ 5 കൊണ്ടും ചെയ്യാം, 3 കൊണ്ടും ചെയ്യാം. അപ്പം നെക്സ്റ്റ് പ്രൈം നമ്പർ എടുക്കുക, 3. 15 കിട്ടി. വീണ്ടും 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടി. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. അപ്പം 90യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 90 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ആദ്യം 1 എഴുതാം. 1ഉം 90യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90 കിട്ടും. പിന്നെ അടുത്ത എഴുതുക 2ഉം 45ഉം 2ൻ്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 90 കിട്ടണമെന്ന് നോക്കുക. 2ഉം 45ഉം ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ 3യും 30യും ചെയ്യുമ്പോൾ കിട്ടും. 4 വരില്ല. പിന്നെ 5ഉം 18ഉം ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ 6ഉം 15ഉം ചെയ്യുമ്പോൾ കിട്ടും. 9ഉം 10ഉം ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ 10ഉം 9ഉം റിവേഴ്സ് വന്നു. അപ്പോൾ ഇത്രയായിരിക്കും 90യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര ഫാക്ടേഴ്സ് വരുന്നുണ്ട്? 1 2 3 4 5 6 7 8 9 10 12. ടോട്ടൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് 12 ആണ് വരുന്നത്. ഇനി അടുത്തത് 105. 105 ഇതുപോലെ തന്നെ എഴുതുക. 3 ഇൻറ്റു 5 ഇൻറ്റു 7 എഴുതുക. ഇനി 105ൻ്റെ ഫാക്ടേഴ്സ് 1ഉം 105ഉം. പിന്നെ 2 വരില്ല. 5 + 1 6 ആണ് വരുന്നത്. 6 വരുന്നതുകൊണ്ട് 3യും കൊണ്ട് ഡിവിസിബിൾ ആണ്. 3യും 35ഉം. പിന്നെ വരുന്നത് 5ഉം 21ഉം. പിന്നെ 7ഉം 15. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 8. ഇനി 132ൻ്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ 132നെ 2ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 66. 66നെ 2ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 33. 33നെ 3ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11. 11 വീണ്ടും ഒരു പ്രൈം നമ്പറാണ്. 11ഉം കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുക. 1ഉം 132ഉം പിന്നെ 2 ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് 2ഉം 66ഉം. 3 + 2 5 5 + 1 6 ആണ്. അപ്പം 3യും കൊണ്ട് ഡിവിസിബിൾ ആണ്. 3യും 44ഉം. പിന്നെ 4ഉം 33ഉം. പിന്നെ 6ഉം 22ഉം. പിന്നെ 11ഉം 12. 2ഉം കൊണ്ടും 3യും കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും 6ഉം കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 12. ഇനി അടുത്തത് 360. 360നെ 2ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈവൻ നമ്പേഴ്സ് എല്ലാം വരുമ്പോൾ 2ഉം കൊണ്ട് ചെയ്യുക. പിന്നെ ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ 3യും കൊണ്ട് ചെയ്യുക. പിന്നെ 5 കൊടുക്കുക. കാരണം ലാസ്റ്റത്തെ ഡിജിറ്റ് 0യോ 5ഓ ലാസ്റ്റത്തെ ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് 5 ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 360യുടെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ ഒത്തിരി ഫാക്ടേഴ്സ് വരുന്നുണ്ട്. എല്ലാം ചിലപ്പോൾ നമ്മൾ എഴുതാൻ പറ്റിയെന്നിരിക്കില്ല. 24 ഫാക്ടേഴ്സ് ഉണ്ട്. ചിലത് വിട്ടുപോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർഡറിൽ എഴുതുക. 1 കഴിഞ്ഞ് 2 3 4 5 6 അങ്ങനെ എഴുതുക. 360നെ ഇതും കൊണ്ടൊക്കെ ഡിവിസിബിൾ ആണ്. 7 കൊണ്ട് പറ്റില്ല. 7 കൊണ്ട് പറ്റില്ലാത്തപ്പോൾ 7 പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ആയിട്ട് വരുന്നുണ്ടല്ലോ. 1 ഇൻറ്റു 360, 2 ഇൻറ്റു 180, അതും എഴുതി പോവുക. പിന്നെ 8 പറ്റില്ല. 7 പറ്റില്ല. 8 പറ്റും. 9 പറ്റും. 10 പറ്റും. 11 പറ്റില്ല. 11 പറ്റുക. 12 പറ്റും. അപ്പോൾ ഈ 10 ഇൻറ്റു 12 പറ്റും. 13 പറ്റും. 15 പറ്റും. അപ്പോൾ എവിടെയെങ്കിലും റിവേഴ്സ് ചെയ്ത് വരും. 12 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും റിവേഴ്സ് ചെയ്ത് വരുമ്പോൾ അവിടെ വെച്ച് നിർത്തും. അപ്പോൾ അത്രയായിരിക്കും ഫാക്ടേഴ്സ്. മൊത്തം 24 ഫാക്ടേഴ്സ്. ഇനി 840യും ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 2ഉം 3യും 5ഉം 7. 840യുടെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ മൊത്തം 32 ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അത്രയും ഫാക്ടേഴ്സ് എഴുതി വെക്കുക. ചിലത് വിട്ടുപോയാലും മാക്സിമം നമുക്ക് എത്ര കിട്ടുന്നോ അത്രയും ഫാക്ടേഴ്സ് എഴുതി വെക്കുക. അപ്പം ഫസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പോർഷനും കൂടി പറയുന്നുണ്ട്. ഈ HCF ഇങ്ങനെ
കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ കുട്ടി ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ താഴെ തന്നെ വരുന്ന ഒരു പോർഷൻ ആണ്. ആഫ്റ്റർ ഒബ്സർവിംഗ് എ ഫ്യൂ പ്രൈം ഫാക്ടറൈസേഷൻ, അൻഷു ക്ലെയിംസ് ദ ലാർജർ എ നമ്പർ ഈസ് ദ ലോങ്ങർ ഇറ്റ്സ് പ്രൈം ഫാക്ടറൈസേഷൻ വിൽ ബി. അൻഷു പറയുകയാണ്, ഇപ്പൊ വലിയ നമ്പർ വരുവാണെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സും ഒത്തിരി ഉണ്ടാവുമെന്ന് അൻഷു പറയാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അൻഷു പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കണ്ടോ ഇതില് ലാർജർ നമ്പർ ഇപ്പൊ 840 32 ഫാക്ടേഴ്സും 360 24 ഫാക്ടേഴ്സും ഉണ്ട്. ലാർജർ നമ്പർ എഴുതിയപ്പോൾ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഒത്തിരി വലിയതാണ്. അങ്ങനെയാണ് അൻഷു ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ ഇത് എപ്പോഴും ട്രൂ ആവണമെന്നില്ല. കാരണം 96ഉം 121 കൊടുക്കാം. 121 എന്ന് പറയുന്നത് വലിയ നമ്പർ ആവുന്നത്. പക്ഷെ 121 ആകെ 2 ഫാക്ടറേ ഉള്ളൂ, 11 × 11. കാരണം ഇത് 2 പ്രൈം നമ്പേഴ്സ് ആണ്. 11 × 11 ചെയ്യുമ്പോൾ നമുക്ക് 121 കിട്ടും. പക്ഷെ 96 121 ചെറുതാണ്. പക്ഷെ ഇതിന് എന്തോരം ഫാക്ടേഴ്സ് ആവുന്നേക്കണേ. അപ്പൊ എപ്പോഴും ഇത് ട്രൂ ആവണമെന്നില്ല, ചില കേസസിൽ അത് ട്രൂ ആണ്. അപ്പൊ അൻഷു പറഞ്ഞത് ഓൾവേസ് ട്രൂ അല്ല. അപ്പോൾ ഇത്രയാണ് പേജ് നമ്പർ 51 വരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് 6, 7 അങ്ങനെ 10 വരെയുള്ള എല്ലാവരും വീഡിയോസ് കാണുക. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി അടുത്ത പോർഷനുമായിട്ട് നെക്സ്റ്റ് ഡേ വീഡിയോ ഇടാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.